ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. നമുക്കെല്ലാം പരിചയമുള്ള ഒന്നാണ് ഇത്തരം ചെറിയ പാക്കറ്റുകൾ. ഇത് സാധാരണയായിട്ട് ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിനുള്ളിലൊക്കെ കാണും. അതുപോലെ തന്നെ നമ്മൾ ബോട്ടിലുകൾ, വെള്ളം കുടിക്കുന്ന ബോട്ടിലുകൾ വാങ്ങുമ്പോൾ അതിനുള്ളിലൊക്കെ ഇട്ടിരിക്കുന്ന കാണാറുണ്ട്. ബാഗുകൾ, അതുപോലെ വൈറ്റമിൻ പിൽസ്, അതുപോലെ ഈ ഡയഗ്നോസ് ചെയ്യുന്ന ടെസ്റ്റ് സ്ട്രിപ്പുകളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനുള്ളിലെല്ലാം കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കി കളയുകയാണ് പതിവ്. ഇത്തരം ചെറിയ പാക്കറ്റുകൾ കിട്ടുകയാണെങ്കിൽ ഇനി മുതൽ മറ്റൊരു കവറിലേക്കിട്ട് ഇത് സൂക്ഷിച്ച് വെക്കുക. കുട്ടികളൊന്നും കയ്യെത്തി എടുക്കാത്ത ഒരു ഭാഗത്തേക്ക് മാറ്റി സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഇതുകൊണ്ട് കുറച്ച് ഉപയോഗങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഒപ്പം വരുന്നതെന്നാണ്. അപ്പോൾ ഇത് ഒന്നാന്തരം ഒരു ഡ്രൈയിങ് ഏജൻറ്റാണ്. ഇത് ഈർപ്പത്തെ ഇല്ലാതാക്കുന്നു. അപ്പോൾ ഇതിനോട് സമ്പർക്കത്തിലിരിക്കുന്ന വസ്തുക്കളിലുള്ള ഈർപ്പം ഇല്ലാതാക്കുന്ന ഒരു ഏജൻറ്റാണിത്. ഇതുകൊണ്ട് വളരെയധികം ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു രാസവസ്തുവാണ്. സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ്. അപ്പോൾ ഏത് വസ്തുവാണെങ്കിലും അതിനെ ഡ്രൈ ആയും ഫ്രഷായും നിലനിർത്താനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. അപ്പോൾ ഇത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ളൊരു പ്രയോജനം, നമ്മുടെ ഫോണിലോ മറ്റോ വെള്ളം കയറുകയാണെങ്കിൽ ഈ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഫോൺ ഇട്ടതിന് ശേഷം ഇതിൻ്റെ കുറച്ച് പാക്കറ്റുകൾ കൂടി ഇട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിലെ ജലാംശമൊക്കെ അതിൻ്റെ ഈർപ്പം, മോയ്സ്ചറെല്ലാം ഇത് വലിച്ചെടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഓർണമെൻറ്റ്സ് ഒക്കെ വെക്കുന്ന പാക്കറ്റുകളിൽ, അതുപോലെ ബ്ലേഡ് പോലെയുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്നിടത്തൊക്കെ ഈർപ്പം കാണും. ഇതെല്ലാം മാറുന്നതിനായിട്ട് ഇതിൻ്റെ കുറച്ച് പാക്കറ്റുകളായിട്ട് തന്നെ നമുക്കെടുത്ത് ആ ഒരു പെട്ടിയിലേക്ക് ഇട്ട് വെക്കാം. അതുപോലെ തന്നെ ബാഗിലും അലമാരയിലും ഒക്കെയുള്ള സ്മെല്ല് മാറി കിട്ടുന്നതിനായിട്ട്, ഇപ്പോൾ അലമാരയിലൊക്കെ, തടി അലമാരയിലൊക്കെ പൂപ്പലും ഫംഗസൊക്കെ വരുന്നത് തടയുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള ചെറിയ പാക്കറ്റുകൾ അതിൻ്റെ മൂലകളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വായുവിലെയും തടിയിലെയൊക്കെ ചെറിയ ഈർപ്പം കൊണ്ട് അതിനുള്ളിലുണ്ടാകുന്ന ആ ഒരു സ്മെല്ലും എല്ലാം മാറി നല്ല ഫ്രഷായിട്ട് നിൽക്കും. അടുത്തതായിട്ട് നമ്മുടെ ഈ വാഹനങ്ങൾക്കുള്ളിൽ ഗ്ലാസ്സിൽ മിക്കവാറും ഒക്കെ ഒരു പുക പോലെ വെള്ള തുള്ളികൾ വന്നിരിക്കും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പുറത്ത് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വണ്ടിക്ക് ഉള്ളിൽ ഒരുപാട് മൂടൽ പോലെ വരും. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഗ്ലാസിൻ്റെ സൈഡിൽ ഇതുപോലെ കുറച്ച് പാക്കറ്റുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉൾഭാഗത്തുള്ള ആ ഒരു ഈർപ്പവും മോയ്സ്ചറും എല്ലാം ഇത് പിടിച്ചെടുക്കും. ഗ്ലാസ് നല്ല ക്ലീനായിട്ടിരിക്കും. അതുപോലെ നമ്മുടെ ബുക്സും രേഖകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ വെച്ചിരിക്കുന്ന ആ ഒരു പെട്ടിയിലൊക്കെ ഇത് കുറച്ചിട്ട് കഴിഞ്ഞാൽ ഈ നനവ് പിടിക്കത്തില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനുള്ളിൽ ഫംഗസും അതുപോലെ പൊടിയൊക്കെ വരും. അങ്ങനെ ആവാതിരിക്കുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടൂൾസൊക്കെ വെച്ചിരിക്കുന്ന ബോക്സിലും ഇതിൻ്റെ കുറച്ച് പാക്കറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ മ്യൂസിയം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിട്ട് വെക്കുന്നത് അതുകൊണ്ടാണ്. അവിടുത്തെ പ്രിസർവേഷൻ, അതിൻ്റെ സംരക്ഷണം കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള പാക്കറ്റുകളോ അതല്ലെങ്കിൽ ഇതിൻ്റെ വ്യാവസായികമായിട്ട് ഇതിനെ പ്രിസർവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഫിൽറ്റർ ചെയ്യുന്നതിനായിട്ട്, വെള്ളം ഫിൽറ്റർ ചെയ്യുന്നതിനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ച് പാക്കറ്റുകൾ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മിക്കവാറും ഇൻഡോർ പ്ലാന്റ്സൊക്കെ വളർത്തുമ്പോഴും അതുപോലെ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലെ വെള്ളം നന്നായിട്ട് തെളിഞ്ഞ് നിൽക്കുന്നതിനും പായലൊക്കെ പിടിക്കാതിരിക്കുന്നതിനും കൊതുകുകൾ വന്ന് മുട്ടയിടാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ കുറച്ച് പാക്കറ്റുകൾ പൊട്ടിച്ചിടുകയോ അല്ലെങ്കിൽ പാക്കറ്റായിട്ട് തന്നെ വെള്ളത്തിലിടുകയോ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇൻഡോറിൽ ചെടികൾ വളർത്താറുണ്ട്. ചെറിയ ചട്ടികളിലും സിമൻറ്റ് പാത്രങ്ങളിലും ഒക്കെ നമ്മൾ വളർത്താറുണ്ട്. അപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിലൊക്കെ കൊതുകുകൾ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വെള്ളം ഭയങ്കരമായിട്ട് കലങ്ങി പായൽ പിടിച്ചൊക്കെ കിടക്കും. അപ്പോൾ സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് മുറ്റത്തൊക്കെ വെച്ചിരിക്കുന്ന പാത്രങ്ങളിൽ ഒരുപാട് പായൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വലിപ്പത്തിനനുസരിച്ച്, ഇതിപ്പോൾ ചെറിയ പാത്രം ആയതുകൊണ്ട് നമുക്കിതിലേക്ക് ഒരു പാക്കറ്റൊക്കെ ഇട്ട് കൊടുക്കാം. വലിപ്പത്തിനനുസരിച്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പാക്കറ്റുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം നന്നായിട്ട് തെളിഞ്ഞ് നിൽക്കും. അതുപോലെ തന്നെ ഇതിൽ കൊതുകുകൾ വരത്തില്ല. അപ്പോൾ ഇതിൽ ചെറിയൊരു വിഷാംശമൊക്കെ ഉണ്ട്. അതിൽ ലാർവകളൊന്നും അങ്ങനെ വളരത്തില്ല. ചെടി വളരെ ഫ്രഷായിട്ട് നിൽക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഈ വാട്ടർ പ്ലാന്റ്സൊക്കെ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വെക്കുന്നവർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണിത്. പ്രത്യേകിച്ചും ആമ്പൽ, താമരയൊക്കെ വളർത്തുന്നവർക്ക് അതിൽ ഒരുപാട് കൂത്താടി പോലെയുള്ളവ വളരാതെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ മീനുകളൊക്കെ ഉള്ള കുളങ്ങളാണെന്നുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നം വരത്തില്ല. അതിൽ ഈ കൊതുകുകളൊന്നും സാധാരണ വരാറില്ല. പക്ഷേ പായലൊക്കെ പിടിച്ച് കിടക്കുന്ന വെയിലത്തിരിക്കുന്ന വെള്ളത്തിൽ ഇത് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഈ സിലിക്ക ജെല്ലി കൊണ്ടുള്ള മറ്റൊരു ഉപയോഗമാണ് ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പൂക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒരുപാട് നാൾ അതേ രീതിയിൽ തന്നെ ഉണക്കി സൂക്ഷിക്കുന്നതിന് ഈ സിലിക്ക ജെല്ലുകൾ ഉണ്ടെങ്കിൽ സാധിക്കുന്നതാണ്. അപ്പോൾ വ്യാവസായികമായിട്ടൊക്കെ ഈ ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതിനായിട്ട് സിലിക്ക ജെല്ല് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സിലിക്ക ജെല്ലൊക്കെ ഓൺലൈനിൽ വാങ്ങാനായിട്ട് കിട്ടുന്നതാണ്.
അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് കവറുകളെടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഫംഗസ് ഒന്നും ഉണ്ടാവാതെ പൊട്ടിപ്പോകാത്ത രീതിയിൽ നമുക്ക് ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ സാധാരണയായിട്ട് പ്രസ്സിങ് ഈ പേപ്പർ പോലെയുള്ള നല്ല കട്ടി പേപ്പറിൻ്റെ ഇടയിൽ പൂക്കൾ വെച്ചിട്ട് അമർത്തി വെച്ചാണ് നമ്മൾ ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാറുള്ളത്. ഇലകളും പൂക്കളും ഒക്കെ വെച്ച് നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ കുറച്ചും കൂടി നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഈ സിലിക്ക ജെല്ലുകൾ ഉപയോഗിച്ച് ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ പൂക്കളുടെ നിറവും ഇലകളുടെ പച്ചപ്പും ഒന്നും വലിയ രീതിയിൽ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് നല്ല മനോഹരമായിട്ട് ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെ ഒന്ന് ഫിനിഷ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് ഡൈ പൗഡർ വാങ്ങിച്ച് അതിൻ്റെ ഒരു സൊല്യൂഷനിൽ കുറച്ച് നേരം പൂക്കളൊന്ന് മുക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല നിറമൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് റോസിൻ്റെ ഫ്ലവറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബൊക്കയൊക്കെ ഉണ്ടാക്കി വെക്കുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് ഉണങ്ങി പോകുന്നതിന് മുമ്പ് ഒരുപാട് റോസിൻ്റെ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഇത്തരത്തിൽ നമുക്ക് ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ സീസണിലൊക്കെ ആണെങ്കിൽ നമുക്കത് വരുമാനവും ആക്കാവുന്നതാണ്. ഇപ്പോൾ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ ഇത് ബൊക്കകൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ മാരേജ് പോലെയുള്ള ഫംഗ്ഷനുകൾക്കൊക്കെ ഈ ഡ്രൈ ഫ്ലവേഴ്സ് കൊണ്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് നല്ല ഒരു ട്രെൻഡിങ് ആണ്. അപ്പോൾ റോസിൻ്റെയൊക്കെ ഫ്ലവേഴ്സാണ് ഏറ്റവും കൂടുതൽ അതിൽ പോകുന്നത്. അപ്പോൾ ഈ റോസ് ഉപയോഗിച്ച് ഡ്രൈ ഫ്ലവർ ഉണ്ടാക്കാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ സിലിക്ക ജെല്ല്. അപ്പോൾ നമുക്ക് കുറച്ച് സിലിക്ക ജെല്ലൊന്നും പോരാ, നമ്മളത് കുറേ അധികം ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബോക്സിലേക്ക് കുറേ സിലിക്ക ജെല്ലും അതുപോലെ റോസിൻ്റെ ഫ്ലവേഴ്സും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. ഈ റോസിലുള്ള ഒരു ഈർപ്പത്തെ മൊത്തം അത് ഇല്ലാതാക്കും. അങ്ങനെ നമുക്ക് നിറമൊന്നും അധികം നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ റോസിൻ്റെ ഫ്ലവേഴ്സിനെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പൂക്കളൊക്കെ പിടിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മഞ്ഞ റോസ്, ഓറഞ്ച് റോസ്, അതുപോലെ ഡബിൾ കളർ വിരിയുന്ന റോസൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വാടിപ്പോകും. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ കുറച്ച് സിലിക്ക ജെല്ലുകളുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ച് ഒരു നല്ലൊരു ബോക്സിലേക്ക് ഇട്ട് വെച്ച് സിലിക്ക ജെല്ലും അതിനോടൊപ്പം ഈ പൂക്കളും വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. നിറമൊന്നും അധികം നഷ്ടപ്പെടത്തില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഫ്ലവർ വൈസിലേക്കോ ഒക്കെ ഇട്ട് കുറേ നാൾ അതിനെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതിനായിട്ട് ഈ പൂക്കടകളിലൊക്കെ ഒരുപാട് ഉപേക്ഷിക്കുന്ന പൂക്കളുണ്ട്. അതൊക്കെ നമുക്ക് കുറഞ്ഞ വിലയിൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഡ്രൈ ഫ്ലവേഴ്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഡ്രൈ ഫ്ലവേഴ്സ് നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കളറിങ്ങും കൂടെ പഠിച്ചിരിക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഓൺലൈനിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് വളരെയധികം താല്പര്യമുള്ളൊരു വിഷയമാണത്, അതുകൊണ്ടാണ് അത് കൂടുതലായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന ഈ സിലിക്ക ജെല്ലിൻ്റെ പാക്കറ്റുകൾ ഒന്ന് എടുത്ത് സൂക്ഷിച്ച് വെക്കുക. അത് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഉപകരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയാൻ മറന്നുപോയ മറ്റൊരു കാര്യം, നമ്മുടെ ഈ ഫോട്ടോ ആൽബങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ പാക്കറ്റുകളിൽ ഇപ്പോൾ കവറിലൊക്കെയാണ് ഇട്ട് വെക്കുന്നതെങ്കിൽ ആ ഫോട്ടോസിൻ്റെ ആ ഒരു കവറിൽ നമ്മൾ സിലിക്ക ജെല്ലിൻ്റെ പാക്കറ്റുകൾ ഇട്ട് വെക്കുക. ഫോട്ടോകൾ ഒരിക്കലും നശിച്ചു പോകത്തില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.